തിരുവനന്തപുരം കല്ലമ്പലത്ത് വയോധികയെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്നു. മണമ്പൂർ സ്വദേശി വാസന്തി അമ്മയുടെ മാലയാണ് കവർന്നത്. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ വാസന്തിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, എന്താണ് സംഭവിച്ചത്? ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ? പോലീസ് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്? റിനു, രജിത, ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിയോട് കൂടിയായിരുന്നു മണമ്പൂർ വടക്കേവിള വാസന്തി അമ്മയുടെ 75 വയസ്സാണ് പ്രായം. തൊട്ടടുത്തുള്ള കുടുംബ വീട്ടിൽ എല്ലാ ദിവസവും ഇവർ വിളക്ക് ഒരുക്കുന്നതിന് വേണ്ടി പോകും. ആ വിളക്ക് വയ്ക്കുന്നതിന് മുന്നോടിയായി വിളക്കെല്ലാം തേച്ച് റെഡിയാക്കി വെക്കുന്ന സാഹചര്യത്തിലായിരുന്നു തൊട്ടടുത്തുള്ള അയൽവാസി ഇവരെ ആക്രമിച്ചത് എന്നുള്ളതാണ്. അയൽവാസിയുടെ പേരുവിവരങ്ങളൊന്നും തന്നെ പോലീസോ ഇവരുടെ ബന്ധുക്കളോ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ്. പതിവ് പോലെ വീട്ടിലെത്തി വസന്തിയമ്മ വിളക്കൊരുക്കുന്ന സാഹചര്യത്തിൽ പുറകത്തെ അടുക്കള വാതിലൂടെ എത്തിയാണ് അയൽവാസി മാല കവർന്നത് എന്നുള്ളതാണ്. കഴുത്തിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റു വസന്തിയമ്മയുടെ. തുടർന്ന് ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് മക്കൾ കല്ലമ്പലം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കേസെടുത്തപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. പക്ഷെ അയൽവാസിയുടെ പേരോ വിവരോ ഒന്നും തന്നെ നിലവിൽ ഇവരാരും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ വാസന്തിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.